ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെസ്റ്റേൺ ഐറ്റം ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. സ്കർട്ട് ആൻഡ് ടോപ്പാണ്. കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ, ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡ്രസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. ബജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ബജറ്റിനകത്ത് എഴുതി കാണിക്കും. സ്ലീവ് നമുക്ക് അത്യാവശ്യം എന്താ പറയാ, എൽബോ കഴിഞ്ഞിട്ടുള്ള സ്ലീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് സ്ലീവ് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം രേഷ്മ ഇൻസെർട്ട് ചെയ്തിട്ടായിട്ടിരുന്നത് കേട്ടോ. ഇതിപ്പോ നമ്മൾ അല്ലാതെ കാണിക്കുകയാണ് ഒരെണ്ണം കേട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം, അതായത് പുറത്തോട്ട് വേണമെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം. ഇനിയല്ല ഇൻസെർട്ട് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഐറ്റം പോയിരിക്കുന്നത്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്, കൊറിയൻ മെയ്ഡ് ആണ്. സുരഭിയുടെ ചിരി നോക്കിയില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ ആ ഒരു ഡ്രസ്സും നല്ല സൂട്ടാണ്. സുരഭിയും ഇൻസെർട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ട് അല്ലാതെയൊക്കെ വെയർ ചെയ്യാം. ഈ സ്കർട്ടിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഒക്കെ ബ്ലാക്ക് കളർ ടീഷർട്ടോ ബെന്നിനോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇത് ചിക്കു ഷെയ്ഡാണ് കേട്ടോ. ബേജ് കളറാണ്. നോക്ക് കണ്ടോ, ബേജ് ഇങ്ങനെയാ വരുന്നത്. അതുപോലെ സ്കർട്ടിന്റെ താഴെ വന്ന് ദാമനി വന്നൊരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ സ്കർട്ടിൽ ബട്ടൺസും പോകുന്നുണ്ട്, താഴോട്ട് ബട്ടൺസ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യണം. സൈറ്റിന്റെ ID surma.in എന്നാണ്. എല്ലാവർക്കും അറിയാലോ. അയ്യോ, ഈ കളറും കൊള്ളാം അല്ലേ. സുരഭിയുടെ ഈ കളറും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. സിമ്പിൾ ഒരു സ്കർട്ട് ആൻഡ് ടോപ്പ് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം. എന്നെപ്പോലുള്ളവർക്ക് ഓക്കെ ആണേ. ഇപ്പൊ സുരഭിയും രേഷ്മയും ഷേപ്പൊക്കെ അടിച്ച് നീറ്റാക്കി ഇട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പൊ വണ്ണം ഉള്ളവർക്കും പറ്റുന്ന രീതിയിലാണ് സൈറ്റിൽ നിങ്ങൾ നോക്കാം മെഷർമെന്റ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഈ ടോപ്പ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ജീൻസിനോടൊപ്പം വേണേൽ വെയർ ചെയ്യാം. അടുത്ത കളർ നോക്കി, അതും ഡ്രസ്സാ കേട്ടോ. അത് നോക്കി, അത് സിമ്പിൾ ഒരു ഇതാണ്. ആ ഷർട്ട് നമുക്ക് ഒറ്റ കളറിലെ ഷർട്ട് നമുക്ക് വേറെ എല്ലാത്തിന്റെയും കൂടെ ജീൻസിനോടെ വെയർ ചെയ്യാം. പിന്നെ ഏതെങ്കിലും വേറെ സ്കർട്ട് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം വെയർ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക്